Students. In the previous classes, we were discussing about the final accounts of a bank, how to prepare the balance sheet and profit and loss account of a banking company. While preparing these statements, we will meet so many new items. We are discussing these items in the previous classes. Today in this class also, we are going to discuss about some new concepts which are applicable in the case of a banking company. So, while going through the trial balance, you will see so many new items. One of them are acceptance, endorsement and other obligation. So, acceptance, endorsement and other obligation means during the banking business, bank will give so many services to their customer. One of such a service is accepting or endorsing bills for customers. For example, I am a bank customer, I am a business guy. I am giving a bill is accepted on behalf of me by the bank. ആ ബില്ലിൻ്റെ പൈസ കൊടുക്കുന്നത് ഞാനാണ്. ഏതെങ്കിലും കാരണവശാൽ ഞാൻ പണം കൊടുത്തില്ലെങ്കിൽ ആ ബില്ലിൻ്റെ പണം കൊടുക്കാൻ ബാങ്കിന് ഉത്തരവാദിത്തം ഉണ്ടായിരിക്കും. അതാണ് acceptance or endorsement എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത്. If I am not in a position to pay the bill amount, the bank will make the payment. അങ്ങനെ ഒരു സിറ്റുവേഷൻ ആണ്. അപ്പോൾ എന്ത് ചെയ്യുന്നത്? അപ്പം ഇത് ഫോർ എക്സാമ്പിൾ 31st മാർച്ചിന് അക്കൗണ്ട്സ് ക്ലോസ് ചെയ്യണം. ഈ ബില്ല് അതിൻ്റെ ഇടപാട് തീർന്നിട്ടില്ല എങ്കിൽ അത് അക്സെപ്റ്റൻസ്, എൻഡോഴ്സ്മെന്റ് ആൻഡ് അതർ ഒബ്ലിഗേഷൻ ഹെഡിലാണ് കിടക്കുക. അതൊരു കണ്ടിൻജന്റ് ലയബിലിറ്റിയാണ്. എന്താ കാരണം? 31st മാർച്ച് കഴിഞ്ഞ് ഞാൻ പൈസ കൊടുക്കുന്നത് ഏപ്രിൽ 2-നായിരിക്കും. അപ്പോൾ ഏപ്രിൽ 2-ന് ഞാൻ പണം കൊടുക്കുമോ ഇല്ലയോ എന്നുള്ളത് ഉറപ്പില്ല. എല്ലാ കസ്റ്റമേഴ്സ്, ആയിരക്കണക്കിന് കസ്റ്റമേഴ്സിന്റെ ഇങ്ങനത്തെ കേസ് ഉണ്ടാവും. ഇറ്റ് ഇസ് നോട്ട് ക്ലിയർ ടു ദ ബാങ്ക് ദാറ്റ് ഓൾ ദ കസ്റ്റമേഴ്സ് വിൽ മേക്ക് ദ പേയ്മെന്റ് ഓൺ 2nd April or 3rd April. സോ അപ്പോൾ അങ്ങനെയുള്ള ആ എമൗണ്ട് കിട്ടുന്നത് വരെ അതൊരു കണ്ടിൻജന്റ് ലയബിലിറ്റിയാണ്. അപ്പോൾ അക്സെപ്റ്റൻസ്, എൻഡോഴ്സ്മെന്റ് ആൻഡ് അതർ ഒബ്ലിഗേഷൻ made on behalf of customers is a contingent liability because it may or may not become a liability after a certain date. So acceptance, endorsement and other obligation other contingent liability ആണ്. ഷെഡ്യൂൾ 12 ബാലൻസ് ഷീറ്റിൽ ഫുട് നോട്ടായിട്ട് കാണിക്കുന്ന ഐറ്റമാണ്. ബാലൻസ് ഷീറ്റിന് അകത്തല്ല, ബാലൻസ് ഷീറ്റിന് പുറത്ത് ഫുട് നോട്ടായിട്ട് ഷെഡ്യൂൾ 12 അവിടെയാണ് കാണിക്കുക. Then provisions and contingencies. Every institution have to maintain some provision for meeting their contingencies. Banks will also maintain so many provisions. Other items are provisions like provision for taxation, provision for bad debts and other provision. Profit and loss account profit and loss account expenditure in the മൂന്നാമതായിട്ട് കാണിക്കുന്നതാണ് provisions. അത് അവിടെ നേരിട്ട് കാണിക്കുകയാണ് ചെയ്യുക. Provisions are shown in the profit and loss account part 2 expenditure. Then these provisions will also be shown in the balance sheet under schedule 5. Other liabilities എന്ന് പറയുന്ന അവിടെ schedule 5-ൽ നമ്മൾ അതവിടെ കാണിക്കണം. അപ്പോൾ provisions and contingencies രണ്ട് സ്ഥലത്ത് വരും. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിന്റെ എക്സ്പെൻഡിച്ചർ സൈഡിലും ബാലൻസ് ഷീറ്റിൽ ഷെഡ്യൂൾ 5-ലും വരും. ഇനി ബാങ്കിന്റെ ബാലൻസ് ഷീറ്റിൽ വളരെ പ്രധാനമായിട്ടുള്ള ഒരു ഐറ്റമാണ് കണ്ടിൻജന്റ് ലയബിലിറ്റി. കണ്ടിൻജന്റ് ലയബിലിറ്റി മീൻസ് എ ലയബിലിറ്റി വിച്ച് മേ ഓർ മേ നോട്ട് ഹാപ്പൻ. ലയബിലിറ്റി ആവാൻ സാധ്യത ഉള്ളതും എന്നാൽ ഉറപ്പില്ലാത്തതുമായിട്ടുള്ള, അതായത് ചിലപ്പോൾ ലയബിലിറ്റി ആവാം, ചിലപ്പോൾ ആവില്ല. മേ ഓർ മേ നോട്ട് ബി എ ലയബിലിറ്റി. അപ്പോൾ അതൊരു അൺസർട്ടൺ ഈവന്റുമായി ബന്ധപ്പെട്ടതാണ്. അപ്പോൾ വാട്ട് യു മീൻ ബൈ കണ്ടിൻജന്റ് ലയബിലിറ്റി? വാട്ട് ആർ ദ ഐറ്റംസ് ഇൻക്ലൂഡഡ് ഇൻ ദ കണ്ടിൻജന്റ് ലയബിലിറ്റി? Claims against the bank not acknowledged as debt. For example, ബാങ്കിൽ നിന്ന് ഒരു ജീവനക്കാരൻ പിരിച്ചുവിട്ടു, ബാങ്കിനെതിരെ അയാൾ കേസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ കേസ് വിധിയാകുകയാണെങ്കിൽ നമുക്ക് കുറച്ച് പൈസ കൊടുക്കേണ്ടി വരും. അപ്പോൾ ക്ലെയിംസ് അഗൻസ്റ്റ് ദ ബാങ്ക് നോട്ട് അക്നോളജ്ഡ് ആസ് എ ഡെറ്റ്. ലയബിലിറ്റി ഓൺ പാർട്ട്ലി പെയ്ഡ് ഷെയർ എന്ന് പറഞ്ഞാൽ ബാങ്ക് ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് കുറെ ഷെയർ വാങ്ങിയിട്ടുണ്ട്. ആ ഷെയറിൽ ഒരു ഗ്രൂപ്പ് ഷെയർ നോട്ട് ഫുള്ളി പെയ്ഡ്, അപ്പോൾ പാർട്ട്ലി പെയ്ഡ് ഷെയർ. ലയബിലിറ്റി ഓൺ അക്കൗണ്ട് ഓഫ് ഫോർവേഡ് എക്സ്ചേഞ്ച് ട്രാൻസാക്ഷൻ എന്ന് പറഞ്ഞാൽ ഫോറിൻ
ബിസിനസ്സുമായി ബന്ധപ്പെട്ട് ഫോറിൻ കറൻസിയുമായി ബന്ധപ്പെട്ട് ഒരു കൺസെപ്റ്റാണ് ഫോർവേഡ് എക്സ്ചേഞ്ച്. അതായത് ഒരു ബിസിനസ്സുകാരന് ഡോളർ ഇത്ര രൂപയ്ക്ക് നൽകിക്കൊള്ളാം എന്നൊക്കെ ഫോറിൻ കറൻസി കൊടുത്തുകൊള്ളാം എന്ന് പറയുന്ന ഒരു അഗ്രിമെന്റ് ഉണ്ട്. ആ അഗ്രിമെന്റിൽ ഡോളറിന്റെ വിലയിലുണ്ടാകുന്ന വേരിയേഷൻ അത് ഒരു റിസ്ക് ചാൻസ് ഉണ്ട്. ഗ്യാരണ്ടി ഓൺ ബിഹാഫ് ഓഫ് കസ്റ്റമേഴ്സ്. അപ്പം കസ്റ്റമേഴ്സ്, ബാങ്കിന്റെ റെപ്യൂട്ടഡ് കസ്റ്റമേഴ്സ് ഫോറിൻ ബിസിനസ് നടത്തുമ്പോൾ അവർക്ക് നമ്മൾ ചില ഗ്യാരണ്ടികൾ കൊടുക്കും. അവർ പണം തന്നില്ലെങ്കിൽ ബാങ്ക് നൽകാം, അങ്ങനെ ഒരു ഗ്യാരണ്ടി ഉണ്ടെങ്കിൽ അത്. അക്സെപ്റ്റൻസ്, എൻഡോഴ്സ്മെന്റ് ആൻഡ് അതർ ഒബ്ലിഗേഷൻ. മുമ്പ് നമ്മൾ പറഞ്ഞതാണ്, കസ്റ്റമേഴ്സിന് അവർക്ക് ബില്ല് അതിന്റെ കൊടുക്കുന്ന അക്സെപ്റ്റൻസ് ആൻഡ് എൻഡോഴ്സ്മെന്റ് അത് 31 മാർച്ച് കഴിഞ്ഞിട്ടുള്ള ഡേറ്റിലുള്ളത് ചിലപ്പോൾ ഔട്ട്സ്റ്റാൻഡിംഗ് ആയി വരാം. അങ്ങനെയുള്ള ഒരു കേസിൽ അത് വരും. ഈ ഐറ്റംസ് എല്ലാം ആക്ച്വൽ ലയബിലിറ്റീസ് അല്ല എന്ന് പറഞ്ഞാൽ now it is not a liability, but on a future date they become a liability. അപ്പോൾ ഇതെല്ലാം ഷെഡ്യൂൾ 12 കണ്ടിൻജന്റ് ലയബിലിറ്റീസ് എന്ന് പറയുന്ന ഹെഡിൽ ഷെഡ്യൂൾ 12 നമ്മൾ കാണിക്കുക. ബാലൻസ് ഷീറ്റിൽ ഒരു ഫുട് നോട്ടായിട്ടാണ് കാണിക്കുക. Then another item, interest on doubtful debts. അപ്പോൾ ബാങ്ക് അക്കൗണ്ടിങ്ങിന്റെ ഒരു പ്രത്യേകതയാണ് whether the income can be treated as accrual basis or on receipt basis. അക്രൂവൽ ബേസിസ് മീൻസ് ഡ്യൂ ആകുമ്പോൾ നമ്മൾ ട്രീറ്റ് ചെയ്യും, റെസീറ്റ് ആകുമ്പോൾ കിട്ടിയെങ്കിൽ മാത്രമേ ഉള്ളൂ. അപ്പോൾ ബാങ്കിന്റെ ഡൗട്ട്ഫുൾ ഡെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാങ്കിന് ലോൺ എടുത്ത ഒരാൾ ആ പണം തിരിച്ചടയ്ക്കാൻ പറ്റാതെ വരുന്ന സമയത്ത് അങ്ങനെ ഒരു ഡെറ്റ്, അതാണ് ഡൗട്ട്ഫുൾ ഡെറ്റ് എന്ന് വെച്ചാൽ നോൺ പെർഫോമിംഗ് അസറ്റ് ആണ്. നമ്മൾ പിന്നീട് പഠിക്കും. ഇപ്പോൾ എനിക്ക് ബാങ്ക് ഒരു ഹൗസിംഗ് ലോൺ തന്നിട്ടുണ്ട്, ഞാൻ ആ ഹൗസിംഗ് ലോൺ കൃത്യമായി തിരിച്ചടയ്ക്കുന്നില്ല 6 മാസമായിട്ട്. ഈ എൻ്റെ കയ്യിൽ നിന്ന് കിട്ടാനുള്ള പലിശ ബാങ്കിന് ഇൻകമായി കൂട്ടാൻ പറ്റുമോ ഇല്ലയോ? ദിസ് ഈസ് എ സിമ്പിൾ എക്സാമ്പിൾ. സോ എൻ്റെ ലോൺ, ഞാൻ ബാങ്കിൽ നിന്ന് എടുത്ത ലോൺ അത് ഔട്ട്സ്റ്റാൻഡിംഗ് ആണ്. എൻ്റെ കയ്യിൽ നിന്ന് കിട്ടാനുള്ള പലിശ ബാങ്കിന് കൃത്യമായിട്ട് അക്കൗണ്ട് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്നാണ്. അപ്പോൾ നോക്കിയാൽ മനസ്സിലാവും, ഇൻട്രസ്റ്റ് ഈസ് അക്രൂഡ് ബട്ട് ഇറ്റ് ഈസ് നോട്ട് റിയലൈസ്ഡ്. ഇൻ സച്ച് എ കേസ് such an income cannot be considered as an income because it is not received. അത് കിട്ടാത്തത് കൊണ്ട് അതൊരു ഡൗട്ട്ഫുൾ ഡെറ്റ് ആണ്. അത് നമ്മൾ ഇൻട്രസ്റ്റ് അക്കൗണ്ടിൽ ഇൻകം ആയിട്ട് ട്രീറ്റ് ചെയ്യില്ല. അപ്പോൾ ഒരു കസ്റ്റമർ അയാൾ എടുത്ത ലോൺ കൃത്യമായി തിരിച്ചടയ്ക്കുന്നില്ല എങ്കിൽ അയാളുടെ കയ്യിൽ നിന്ന് കിട്ടാനുള്ള പലിശ ഇൻട്രസ്റ്റ്, വരുമാനം എന്ന് പറയുന്ന ഇൻകത്തിൽ ഇൻട്രസ്റ്റ് ആൻഡ് ഡിസ്കൗണ്ടിൽ നമ്മൾ എടുക്കില്ല. പകരമായിട്ട് അതൊരു ഇൻട്രസ്റ്റ് സസ്പെൻസ് അക്കൗണ്ടിലാണ് കാണിക്കുക. അപ്പൊ ഇത്ര മനസ്സിലാക്കിയാൽ മതി. ഡൗട്ട്ഫുൾ ഡെറ്റ്സിന്റെ ഇൻട്രസ്റ്റ് കിട്ടുമ്പോൾ മാത്രമേ, കിട്ടിയെങ്കിൽ മാത്രമേ നമ്മൾ എടുക്കുകയുള്ളൂ. കിട്ടുന്നില്ലെങ്കിൽ അക്രൂവൽ ബേസിസിലല്ല എടുക്കുന്നു, ഓൺലി ഓൺ റിയലൈസേഷൻ ഓഫ് ദ ഇൻട്രസ്റ്റ്. ദെൻ വെരി ഇമ്പോർട്ടൻറ്റ് കൺസെപ്റ്റ്, നോൺ പെർഫോമിംഗ് അസറ്റ്. അപ്പോൾ ഈ ബാങ്കിന്റെ അക്കൗണ്ടിങ്ങുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നോൺ പെർഫോമിംഗ് അസറ്റ്. അപ്പോൾ ബാങ്കിന്റെ ഇൻട്രസ്റ്റ് ഓൺ നോൺ പെർഫോമിംഗ് അസറ്റ്, ഇൻകം റെക്കഗ്നിഷൻ എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ബാങ്ക് കൊടുക്കുന്ന അഡ്വാൻസുകൾ, ലോണുകളെല്ലാം ബാങ്കിന് അസറ്റ് ആണ്. അഡ്വാൻസസ് ഓർ ലോൺസ് ഗിവൺ ബൈ എ ബാങ്ക് ആർ അസറ്റ്സ് ഓഫ് എ ബാങ്ക്. അറ്റ് ദ എൻഡ് ഓഫ് ദ ഫിനാൻഷ്യൽ ഇയർ, bank have to ensure that all the loans are making their repayment in a proper manner. അപ്പോൾ എല്ലാ അക്കൗണ്ടുകളിൽ നിന്നും ലോണിൽ നിന്നും പലിശ കിട്ടുന്നുണ്ടോ എന്നുള്ളത് അവർ വെരിഫൈ ചെയ്യണം. അപ്പോൾ ഇൻകം റെക്കഗ്നൈസ് ചെയ്യാം. എപ്പോഴാണ് ഇൻകം റെക്കഗ്നൈസ് ചെയ്യുക? ഓൺലി വെൻ ഇറ്റ് ഈസ് റിസീവ്ഡ്. അപ്പോൾ ബാങ്കുകളുടെ അസറ്റ്, ബാങ്കുകൾ കൊടുത്ത ലോൺ, അതിൽ നിന്നുള്ള ഇൻകം കിട്ടുന്നത് they will treat as income only when it is received. അപ്പോൾ റിസർവ് ബാങ്കിന്റെ പുതിയ റൂള് പ്രകാരം ബാങ്കിന്റെ അസറ്റ്സിൽ നിന്നും എങ്ങനെയാണ് ഇൻകം നമ്മൾ ട്രീറ്റ് ചെയ്യുന്നത്? അപ്പോൾ we can come to the point. The assets of a bank can be classified into 2 categories, performing asset and non-performing asset. അപ്പോൾ ഒരു ബാങ്ക് കൊടുത്ത ലോണുകളെ മൊത്തം 2 ഹെഡായിട്ട് തിരിക്കും, പെർഫോമിംഗ് അസറ്റ് ആൻഡ് നോൺ പെർഫോമിംഗ് അസറ്റ്. എന്തിനു വേണ്ടിയിട്ടാണ്? ഫോർ ഇൻകം റെക്കഗ്നിഷൻ. അപ്പം ഇൻകം കിട്ടുന്ന ടൈപ്പ് ഓഫ് അസറ്റ്സും ഇൻകം കിട്ടാത്ത ടൈപ്പും. അപ്പം ആൻ അസറ്റ് ഈസ് ട്രീറ്റഡ് ആസ് പെർഫോമിംഗ് ഇഫ് ഇൻട്രസ്റ്റ് ഈസ് റിസീവ്ഡ് പ്രോംപ്റ്റ്ലി ആൻഡ് നോ ഓവർ ഡ്യൂ ഇൻ ദ അക്കൗണ്ട്. ഇപ്പം ഞാനൊരു ഹൗസിംഗ് ലോൺ എടുത്തിട്ടുണ്ട്, ഞാൻ എല്ലാ മാസവും കൃത്യമായി പലിശ അടയ്ക്കുന്നുണ്ട്.
there is no overdue. എൻ്റെ ആ ലോൺ ബാങ്കിന് ഒരു പെർഫോമിംഗ് അസറ്റ് ആണ് എന്ന് പറഞ്ഞാൽ എല്ലാ മാസവും കൃത്യമായിട്ട് മുതലും പലിശയും ഞാൻ അടയ്ക്കുന്നുണ്ട്. അപ്പോൾ ഒരു കസ്റ്റമർ അയാളെടുത്ത ലോണ് കൃത്യമായി തിരിച്ചടയ്ക്കുകയാണെങ്കിൽ ആ ലോൺ അതൊരു പെർഫോമിംഗ് അസറ്റ് ആണ്. If the loan is outstanding for a period of more than 90 days, 90 ദിവസത്തിൽ കൂടുതൽ അത് ഔട്ട്സ്റ്റാൻഡിംഗ് ആണെങ്കിൽ നമ്മൾ അതിനെ നോൺ പെർഫോമിംഗ് അസറ്റ് എന്ന് പറയാം. ഇഫ് ദ അസറ്റ് റിമെയിൻസ് ഔട്ട്സ്റ്റാൻഡിംഗ്, അതിന്റെ ഇൻസ്റ്റാൾമെന്റ് റിമെയിൻ ഔട്ട്സ്റ്റാൻഡിംഗ് ഫോർ 90 days ഓർ മോർ, നമ്മൾ അതിനെ നോൺ പെർഫോമിംഗ് അസറ്റ് എന്ന് പറയാം. അപ്പോൾ ഒരു കസ്റ്റമർ അയാൾ എല്ലാ മാസവും ബാങ്കിലേക്ക് അടയ്ക്കുന്ന ഒരു ഇൻസ്റ്റാൾമെന്റ് ഉണ്ട്, അതിന് പറയുന്ന പേര് EMI എന്നാണ്, ഈക്വൽ മന്ത്ലി ഇൻസ്റ്റാൾമെന്റ്. അപ്പോൾ ഒരു കസ്റ്റമർ അയാളുടെ EMI 3 മാസം 90 ദിവസം അടയ്ക്കാതിരുന്നാൽ ആ കസ്റ്റമറുടെ ലോൺ NPA, നോൺ പെർഫോമിംഗ് അസറ്റ് എന്നാണ് പറയുക. അപ്പോൾ ഒരാൾ 3 ഇൻസ്റ്റാൾമെന്റ് അടവ് തെറ്റിയാൽ ഇറ്റ് ബിക്കം എ നോൺ പെർഫോമിംഗ് അസറ്റ്. അപ്പോൾ ബാങ്കുകൾ അവരുടെ ഇൻകം റെക്കഗ്നിഷനുമായി ബന്ധപ്പെട്ട് 3 റൂൾസ്, 3 നോംസ് വെച്ചിട്ടുണ്ട്. അസറ്റ് ക്ലാസിഫിക്കേഷൻ, ഇൻകം റെക്കഗ്നിഷൻ ആൻഡ് പ്രൊവിഷനിങ്. അപ്പോൾ ഹൗ ടു ക്ലാസിഫൈ ദ അസറ്റ്സ്, ഹൗ ടു റെക്കഗ്നൈസ് ഇൻകം, ഹൗ ടു മേക്ക് പ്രൊവിഷൻ. ഫസ്റ്റ് ഓഫ് ഓൾ അസറ്റ് ക്ലാസിഫിക്കേഷൻ. ബാങ്കിന്റെ അസറ്റ് നമ്മൾ മുമ്പേ പറഞ്ഞ പോലെ തന്നെ അത് രണ്ടായിട്ട് തിരിച്ചിരിക്കുന്നു, സ്റ്റാൻഡേർഡ് അസറ്റ് ആൻഡ് നോൺ പെർഫോമിംഗ് അസറ്റ്. അപ്പം ദ ടോട്ടൽ അസറ്റ്സ് ഓഫ് എ ബാങ്ക് ആർ ഡിവൈഡഡ് ഇൻടു 2 മെയിൻ കാറ്റഗറീസ്, സ്റ്റാൻഡേർഡ് അസറ്റ്സ് ആൻഡ് നോൺ പെർഫോമിംഗ് അസറ്റ്. സ്റ്റാൻഡേർഡ് അസറ്റ്സ് മീൻസ് ഇപ്പം ഞാൻ എടുത്ത ലോൺ കൃത്യമായി തിരിച്ചടയ്ക്കുന്നുണ്ടെങ്കിൽ എൻ്റെ ലോൺ സ്റ്റാൻഡേർഡ് അസറ്റ് ആണ്. ദാറ്റ് മീൻസ് യു ആർ മേക്കിംഗ് ദ പേയ്മെന്റ് പീരിയോഡിക്കലി, ദർ ഇസ് നോ പ്രോബ്ലം. NPA അതിനെ പിന്നെയും 3 ആയിട്ട് തിരിച്ചിട്ടുണ്ട്, സബ്സ്റ്റാൻഡേർഡ് അസറ്റ്, ഡൗട്ട്ഫുൾ ആൻഡ് ലോസ്. യു വിൽ കം ഇൻ ടു ദ പോയിന്റ്. അപ്പോൾ സ്റ്റാൻഡേർഡ് അസറ്റ് എന്ന് പറഞ്ഞാൽ പെർഫോമിംഗ് അസറ്റ്. ദാറ്റ് മീൻസ് ദ പേഴ്സൺ ഹു ഹാസ് ടേക്കൺ ദ ലോൺ ഈസ് മേക്കിംഗ് ദ പേയ്മെന്റ് periodically, there is no outstanding amount, so there is no much risk. വലിയ റിസ്ക് ഒന്നുമില്ല, എല്ലാ മാസവും കൃത്യമായി അത് പൈസ തിരിച്ചടയ്ക്കുന്നുണ്ട്. അതൊരു സ്റ്റാൻഡേർഡ് അസറ്റ് ആണ്, പെർഫോമിംഗ് അസറ്റ് ആണ്. രണ്ടാമത് സബ്സ്റ്റാൻഡേർഡ് അസറ്റ് എന്ന് പറഞ്ഞാൽ those assets which are remaining NPA for a period of not exceeding 12 months. 12 മാസം അതിന്റെ പേയ്മെന്റ് പെൻഡിങ് ആയി കിടക്കുകയാണെങ്കിൽ അത്തരത്തിലുള്ള അസറ്റുകളെയാണ് നമ്മൾ സബ്സ്റ്റാൻഡേർഡ് അസറ്റ് എന്ന് പറയുന്നത്. അപ്പം ഒരാൾ 1 വർഷമായിട്ട് അയാൾ ഇൻസ്റ്റാൾമെന്റുകൾ, EMI-കൾ പേയ്മെന്റ് നടത്തുന്നില്ലെങ്കിൽ ആ ലോൺ നമ്മൾ സബ്സ്റ്റാൻഡേർഡ് അസറ്റ് ആയിട്ട് മാറ്റും. ഡൗട്ട്ഫുൾ അസറ്റ് എന്ന് പറഞ്ഞാൽ when an advance remain NPA for a period exceeding 12 months, 12 മാസം അത് പെൻഡിങ് ആയി കിടക്കുകയാണെങ്കിൽ അത് ഡൗട്ട്ഫുൾ അസറ്റ്സ് ആയിരിക്കും. NPA for a period exceeding 12 months, 1 വർഷത്തിൽ കൂടുതൽ ഒരാൾ ഒരു ഇൻസ്റ്റാൾമെന്റും അടയ്ക്കുന്നില്ലെങ്കിൽ അത് ഡൗട്ട്ഫുൾ അസറ്റ് ആണ്. ഇനി ലോസ് അസറ്റ്സ് എന്ന് പറഞ്ഞാൽ those assets which loss has been identified by auditors or RBI, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയോ ബാങ്കിന്റെ ഓഡിറ്റേഴ്സോ ആ അസറ്റ് തിരിച്ചു കിട്ടില്ല, അത് നമുക്ക് അതിൽ നിന്ന് റിക്കവർ ചെയ്യാൻ പറ്റില്ല അല്ലെങ്കിൽ ഇല്ല എന്ന് പറയുകയാണെങ്കിൽ ഇറിക്കവറബിൾ ആയിട്ടുള്ള അസറ്റ്സിനെയാണ് നമ്മൾ ലോസ് അസറ്റ്സ് എന്ന് പറയുന്നത്. Then what are the rules regarding income recognition? ഒന്നാമതായിട്ട് അസറ്റ് ക്ലാസിഫിക്കേഷൻ. അസറ്റ് ക്ലാസിഫിക്കേഷൻ 4 തരം അസറ്റ് ആണുള്ളത്, സ്റ്റാൻഡേർഡ്, സബ്സ്റ്റാൻഡേർഡ്, അതേപോലെ തന്നെ ലോസ് അസറ്റ്സ്, അങ്ങനെ 4 തരം അസറ്റ്. ഇൻകം റെക്കഗ്നിഷൻ എന്ന് പറഞ്ഞാൽ ഹൗ യു ട്രീറ്റ് ആൻ അസറ്റ് വിച്ച് ഈസ് ജനറേറ്റിംഗ് ഇൻകം. 2 റൂൾസ് ആണ്. The income of NPA should not be recognized on accrual basis. Only it is considered when it is received. അപ്പോൾ NPA നോൺ പെർഫോമിംഗ് അസറ്റിന്റെ കേസിൽ അത് കിട്ടിയെങ്കിൽ മാത്രമേ നമ്മൾ ഇൻകം ആയിട്ട് പരിഗണിക്കുകയുള്ളൂ. അക്രൂവൽ ബേസിസിൽ അത് ഡ്യൂ ആയതുകൊണ്ട് ഒരിക്കലും ഇൻകം ആയിട്ട് പരിഗണിക്കില്ല. ഒന്നാമതായിട്ട് an income will not be considered on accrual basis, only it is received. But performing assets, standard assets, in their case we will treat as income on accrual basis. അപ്പോൾ എല്ലാ മാസവും കൃത്യമായി അടയ്ക്കുന്ന ഒരാളാണെങ്കിൽ അയാളുടെ കയ്യിൽ നിന്ന് അക്രൂവൽ ബേസിസിലായിരിക്കും ട്രീറ്റ് ചെയ്യുക. അപ്പോൾ NPA കേസിൽ അത് only on it is received. But in the case of standard assets of performing assets, it is only on accrual basis. ഇനി പ്രൊവിഷനിങ്, ഇതിന് എത്രത്തോളം പ്രൊവിഷൻസ് മെയിൻറ്റെയിൻ ചെയ്യണം, ബാങ്കിന്റെ ലിക്വിഡിറ്റിയും ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് എത്രത്തോളം പ്രൊവിഷൻ മെയിൻറ്റെയിൻ ചെയ്യണം.
അപ്പോൾ സ്റ്റാൻഡേർഡ് അസറ്റിന് 0.40% എന്ന് പറഞ്ഞാൽ 100 രൂപയ്ക്ക് 40 പൈസ, 100 രൂപയ്ക്ക് 40 പൈസ. അതായത് സ്റ്റാൻഡേർഡ് അസറ്റ്സ് ബാങ്ക് കൊടുത്തിട്ടുള്ള ലോണുകളിൽ കൃത്യമായി പേയ്മെന്റ് കിട്ടുന്ന ലോൺസിൽ അതിന്റെ ടോട്ടൽ എടുത്തിട്ട് അതിനെ 0.4% പ്രൊവിഷൻ മെയിൻറ്റെയിൻ ചെയ്യണം. സബ്സ്റ്റാൻഡേർഡ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 1 വർഷത്തിൽ താഴെയായിട്ടുള്ളതാണ്. അത് 15% പ്രൊവിഷൻ മെയിൻറ്റെയിൻ ചെയ്യണം. NPA ആയിട്ട് 1 വർഷമായിട്ടുള്ള അത് 15 സബ്സ്റ്റാൻഡേർഡ് അസറ്റ്സിന് 15% പ്രൊവിഷൻ. ഡൗട്ട്ഫുൾ എന്ന് പറഞ്ഞാൽ നമുക്ക് 1 വർഷം കഴിഞ്ഞു, 1 വർഷം കഴിഞ്ഞു, അതിൽ അൺസെക്വേർഡ്, അതിന് നമ്മൾ പ്രോപ്പർട്ടി ഒന്നും വാങ്ങിയിട്ടില്ല, ജാമ്യം ഒന്നും വാങ്ങിയിട്ടില്ല, അങ്ങനെ കൊടുത്ത ലോണാണ്. ആ ലോൺ അത് തിരിച്ചടക്കുന്നില്ലെങ്കിൽ 100% പ്രൊവിഷൻ മെയിൻറ്റെയിൻ ചെയ്യണം. അപ്പം അൺസെക്വേർഡ് ആണെങ്കിൽ അത് 100%. ബട്ട് സെക്വേർഡ്, ഇപ്പോൾ ഹൗസിംഗ് ലോണാണ്, ഞാൻ വീട് വെക്കാനായിട്ട് ലോൺ എടുത്തു, എൻ്റെ വീടും പ്രോപ്പർട്ടിയും ജാമ്യമായി കൊടുത്തിട്ടുണ്ട്, അപ്പം ഞാൻ പൈസ തിരിച്ചടച്ചില്ലെങ്കിൽ ബാങ്കിന് എന്നെ വീടും പറമ്പും ജപ്തി ചെയ്യാം. അപ്പോൾ അതാണ് സെക്വേർഡ് ലോൺ. അപ്പോൾ സെക്വേർഡ് പോർഷന് 1 വർഷം വരെയാണെങ്കിൽ 25%, 1 വർഷം മുതൽ 3% വരെ, 3 വർഷം വരെയാണെങ്കിൽ 40%. അപ്പോൾ 1 വർഷത്തിൽ താഴെയാണെങ്കിൽ 25%, അത് വർഷം പഴകും തോറും അതിന്റെ വില കുറയുന്നത് കൊണ്ട് 1 to 3 years ആണെങ്കിൽ 40%, 3 വർഷത്തിൽ കൂടുതലാണെങ്കിൽ 100%, 3 വർഷത്തിൽ കൂടുതലാണെങ്കിൽ 100%. ലാസ്റ്റ് ലോസ് അസറ്റ്സ് എന്ന് പറഞ്ഞാൽ, അതായത് ഓഡിറ്റേഴ്സ് നമുക്ക് റൈറ്റ് ഓഫ് ചെയ്യാം എന്ന് പറയുന്ന അസറ്റ്സ് ആണ് ലോസ് അസറ്റ്സ്. അതിന് 100% പ്രൊവിഷനാണ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുക. അപ്പോൾ ഇൻ ദിസ് ക്ലാസ് വി ആർ ഡിസ്കസിങ് അബൌട്ട് NPA. The assets can be classified into performing assets and non-performing assets. NPA cases, the income will be recognized only when it is received. Then provision, standard when assets in 0.40%, substandard in 15%, doubtful in unsecured in 100%, secured portion 1 year where 25%, 1 to 3 years 40%, and more than 3 years 100%. ലോസ് അസറ്റ്സ് എന്ന് പറയുന്ന കാറ്റഗറിയിൽ 100% ആണ് നമ്മൾ പ്രൊവിഷൻ മെയിൻറ്റെയിൻ ചെയ്യുക. ദീസ് ആർ സം ഇമ്പോർട്ടൻറ്റ് ഫീച്ചേഴ്സ് റിഗാർഡിംഗ് പ്രിപ്പറേഷൻ ഓഫ് ഫൈനൽ അക്കൗണ്ട്സ് ഓഫ് ബാങ്ക്. പ്ലീസ് ഗോ ത്രൂ ദ നോട്ട്സ്. ഓക്കെ, താങ്ക് യു.